നീ എന്തായി കാണിക്കുന്നത്? ശീലമില്ലാത്ത പണി ചെയ്യാണോ? ജോലിക്കാരെയൊക്കെ പിരിച്ചുവിട്ടു. ആര്? എങ്കിൽ വൃത്തിയായിട്ട് തുടച്ചോളൂ. അരുമൂലയൊക്കെ ചേർത്ത് വളരെ ശ്രദ്ധിച്ചു വേണം. ആന്റിയെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. വരുന്നേ. തുടച്ചോളൂ. ഈ കണക്കുകൾ മുഴുവൻ തെറ്റാ. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ടാലി ചെയ്യാൻ പറ്റുന്നില്ല. 12 ലക്ഷം രൂപയുടെ കുറവാ കാണുന്നത്. ഈ ക്യാഷ് എവിടെ പോയെന്ന് എനിക്ക് ഉടനെ അറിയണം. കുറച്ച് ഷോർട്ടേജ്, ഒരു 12 ലക്ഷം. അനാവശ്യമായി കാശ് കളയുമ്പോ ഓർക്കണം, എന്റെ അനിയത്തിയുടെ കല്യാണം, അവളുടെ സ്ത്രീധനം, എന്തായിരുന്നു കാശ് ചെലവാക്കാൻ ഒരു ഉത്സാഹം. അതൊക്കെ എന്റെ സ്വന്തം കാശാ. ഇത്രയും കാലം എനിക്ക് കിട്ടിയ എന്റെ ശമ്പളത്തിൽ നിന്ന് സ്വരൂപിച്ചെടുത്തത്. പണം ചെലവായതൊക്കെ നിന്റെ ആർഭാടത്തിന് വേണ്ടിയാ. നീ വാങ്ങിക്കുട്ടിയ സാരികൾക്കും ചെരുപ്പുകൾക്കും ആഭരണങ്ങൾക്കും അറിയോ? അത് ശരി. അപ്പൊ കമ്പനിയെ വെട്ടിച്ച് ഭാര്യ എണീച്ചെടുക്കായിരുന്നില്ലേ? ഇങ്ങോട്ട് പറയില്ലടി, അഴിക്കടി ആഭരണങ്ങളൊക്കെ. എടി അഴിക്കാൻ. ഇനി എവിടെയൊക്കെ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഞാനും നോക്കട്ടെ. ആരോ വന്നെന്ന് തോന്നുന്നു. നീ എന്താ പതിവില്ലാതെ? ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന. ചേരേട്ടൻ എന്ത്? ചേരേട്ടാ, ചേരേട്ടാ, എനിക്ക് ജോലി കിട്ടി. അഗ്രികൾച്ചർ ഫാമിൽ സൂപ്പർവൈസറായിട്ടാ. അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം. കൺഗ്രാറ്റുലേഷൻസ്. ഇതാരാ? അനിയനാ. കൊള്ളാം. അനിയന് ജോലി കിട്ടിയപ്പോ അളിയന്റെ ജോലി പോയി.